വചനവഴിയേ വചനവഴിയേ. മുൻപൊക്കെ ഒരു 10-30 വർഷം മുൻപ് വരെയൊക്കെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വീടുകളിലെ മക്കളോടും മറ്റുള്ള എല്ലാവരോടും തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ദൈവം കോപിക്കുകയും ദൈവം ശിക്ഷിക്കുകയും ഒരുപക്ഷെ ഒരു ഭീതിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ചിത്രം മനസ്സിൽ കൂടുതലായിട്ട് അന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് വളരെയേറെ ധ്യാനങ്ങൾ സഭയിലുണ്ടാവുകയും ക്രിസ്മറ്റിക് നവീകരണമൊക്കെ വളരെ ശക്തി പ്രാപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈശോയുടെ സ്നേഹത്തെയും കരുണയെയും ക്ഷമയെയും കുറിച്ചൊക്കെയുള്ള ആ പാഠങ്ങളൊക്കെ നമുക്ക് കുറെ കൂടി ഒരു ഹൃദ്യമായി തീരുകയും ഒരു ക്ഷോഭിക്കുന്ന ദൈവത്തിന്റെ ചിത്രം എന്നുള്ളതിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു ഹൃദ്യമായ ഭാവങ്ങളുള്ള ഒരു ദൈവത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതല്പം അങ്ങേ അറ്റത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നത് പോലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്. ദൈവത്തെ വളരെ ലാഘവമായി കണ്ടുകൊണ്ട് എന്ത് ചെയ്താലും സാരമില്ല, ദൈവം ക്ഷമിച്ചോളും, ദൈവം പുറത്തോളും, ദൈവത്തിന് അറിയാമല്ലോ, നമ്മൾ മനുഷ്യരല്ലേ, ബലഹീനരല്ലേ എന്നൊക്കെ കരുതുന്ന ഒരു രീതി ഒരു ക്രമത്തിൽ അധികം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വചന വഴിയിൽ അത്തരത്തിലുള്ള ചില ചിന്തകളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ്. നമ്മോടൊപ്പമുള്ളത് ഒരു കർഷകനായ സെബാസ്റ്റ്യൻ, അധ്യാപകനും കർഷകനും കൂടിയായ ജെയിംസ്, നവീകരണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മാണിച്ചായൻ. ഇന്ന് ഞാൻ ഈ ഒരു വിഷയം പറയാനായിട്ട് കാരണം, സാധാരണ എവിടെയും ഇന്ന് ദൈവം ഒരു നമ്മളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കഠിനമായിട്ട് അങ്ങനെ ശാസിക്കുകയോ ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ദൈവമാണെന്നുള്ളൊരു ചിന്ത എവിടെയും കൊച്ചുകുട്ടികളുടെ ഇടയിലോ മുതിർന്നവരുടെ ഇടയിലോ ഒന്നും അങ്ങനെ കാണാനായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ചില ദൈവവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഉദാഹരണം പൗലോസ് ശ്ലീഹ തന്നെ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ കാരുണ്യവും ഒപ്പം തന്നെ ദൈവത്തിന്റെ കാഠിന്യവും നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. ഓർക്കാൻ എളുപ്പമുള്ള ഒരു വചനഭാഗം അത് റോമ 11:22. റോമ 11:22. ദൈവത്തിന്റെ കാരുണ്യവും ഒപ്പം തന്നെ ദൈവത്തിന്റെ കാഠിന്യവും നമ്മുടെ ശ്രദ്ധയിലിരിക്കട്ടെ എന്നാണ് പറയുക. ഇത്രയും സൗമ്യനും കരുണയുള്ളവനുമായ ഈശോ തന്നെ പറഞ്ഞ ചില വചനഭാഗങ്ങളുണ്ട്. ഈശോ പറഞ്ഞു, അന്ത്യവിധിയുടെ സമയത്ത് ഈശോയ്ക്ക് ദൈവത്തിന് നിരക്കാത്ത വിധത്തിൽ ജീവിക്കുന്ന ആൾക്കാരോട്, ശപിക്കപ്പെട്ടവരെ നിത്യാഗ്നിയിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി, അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം യേശുവിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ നിന്റെ നാമത്തിൽ ഞങ്ങൾ വചനം പ്രസംഗിക്കുകയും രോഗശാന്തി കൊടുക്കുകയും ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവകാശവാദം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആൾക്കാരോട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഈശോ അവരോട് പറയുക, ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല എന്ന്. എന്നെ ഭയപ്പെടുത്തുന്ന വേറൊരു വചനമുണ്ട്. ചില ആൾക്കാരോട് അവരുടെ ആശ്വാസം അവർ ഇവിടെ വെച്ച് തന്നെ പ്രാപിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് മരണശേഷം വേറൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടില്ല എന്ന ഒരു ഭീഷണിപ്പെടുത്തുന്ന യേശുവിന്റെ സ്വരവും. അത് ആ സുവിശേഷ ഭാഗ്യങ്ങളുമായി ബന്ധപ്പെട്ട് യേശു സംസാരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലാണ് 6-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. അതിന് മുൻപ് പറയുന്നത് ദരിദ്രര് അവർ ഭാഗ്യമുള്ളവരാണ്, ഇപ്പോൾ കരയുന്നവര്, അതുപോലെ എല്ലാ വിധത്തിലുള്ള തിരസ്കരണങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിക്കുന്നവര്, അവരെല്ലാം ഇപ്പോൾ ഭാഗ്യമുള്ളവരാണ്, അവരുടെ പ്രതിഫലം വലുതായിരിക്കും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കാതെ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുന്ന ആൾക്കാരോട് ദൈവം പറയുക, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു, ഇനി മറ്റൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ല എന്ന്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം, കരുണ തുടങ്ങിയ
ആ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മയമുള്ള ആ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ, അതെയോ അതിന്റെ മറുവശം കൂടി ഒന്ന് കാണേണ്ടതില്ലേ എന്ന് ഒരു ചിന്ത ഇന്ന് ആവശ്യമാണെന്ന് തോന്നുന്നു. ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് മനസ്സ് തിരിയുക, ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ള എപ്പോഴും ദൈവം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു യാത്രയ്ക്കിടയിൽ ഒരു പട്ടണ പ്രദേശത്ത് ഒരു നാൽക്കവലയിൽ നിന്നിട്ട് ഒരു മിഷണറി, ഒരു സുവിശേഷ പ്രഘോഷകൻ, ഇങ്ങനെ വളരെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തില് തന്റെ ജീവചരിത്രം അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് താൻ യേശുക്രിസ്തുവിലേക്ക് വന്നത് എന്ന് അദ്ദേഹം പ്രഘോഷിക്കുകയുണ്ടായി. വ്യത്യസ്ത സാഹചര്യങ്ങളില് വളരെ മാരകമായിട്ടുള്ള അപകടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ അഞ്ചാമത്തെ അതിന് പറയുന്ന ഓരോന്നും ഇടയനായ ദൈവത്തിന്റെ അടിയായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതിൽ അഞ്ചാമത്തെ അടി അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഞാൻ ജലാശയത്തിൽ മുങ്ങിയപ്പോൾ ഒരു വേരിന്റെ ഇടയിലേക്ക് ഞാൻ കടന്നുപോയി. ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് സാധിക്കയില്ല എന്ന വിധത്തിൽ അത്രത്തോളം മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടു. വീണ്ടും ദൈവം അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ ദൈവത്തെ അറിയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അവസാനം അവൻ 6-ാം പ്രാവശ്യവും എന്നെ അടിച്ചു. അത് ഇപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കറുത്ത കണ്ണട വലിച്ചു മാറ്റി. 2 കണ്ണുകളും പൊടിഞ്ഞു പോയിരുന്നു. ഇതാണ് ദൈവത്തിന്റെ, അപ്പോഴാണ് എനിക്ക് അവിടുത്തെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഈ അന്ധനായി തീർന്നപ്പോൾ പലവരും ദൈവത്തിന്റെ ആഘാതങ്ങള് അല്ലെന്നൊരു ശിക്ഷണങ്ങളിലൂടെ മാത്രം ദൈവത്തിന്റെ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കും. മറിച്ചൊരു അനുഭവം കൂടി എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. വളരെ തന്റെ അടുത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോഴും സംഘടനകളിലും അതുപോലെ തന്നെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളെ സമൂഹം ഒരുമിച്ചുകൂടി അയാളെ ആക്രമിച്ച് അയാളുടെ കൈകളും കാലുകളും ഒക്കെ തല്ലിയൊടിച്ചു. ഒരു കൈപ്പടം സ്ഥലത്ത് തന്നെ മുറിഞ്ഞുപോയി. മറ്റൊന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ആ മനുഷ്യന് സുഖം പ്രാപിച്ചു. പിന്നീട് അദ്ദേഹം കഞ്ചാവ് വിൽപ്പനയും അതുപോലെയുള്ള ഏർപ്പാടുകളിലുമാണ് ചെന്നുചാടിയത്. എന്നിട്ടും അയാൾക്ക് മാനസാന്തരപ്പെടാനായിട്ടോ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാനായിട്ടോ കഴിഞ്ഞിട്ടില്ല. ആ മുറിക്കൈയില് ബെൽറ്റ് കടാരി വെച്ച് വേറൊരാളെ അയാളെ ദേഹോത്തരം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അടിക്കടിയുള്ള ആഘാതങ്ങൾ പോലും ദൈവത്തിലേക്ക് വനം തിരിയാനായിട്ടോ ദൈവത്തിന്റെ വഴിയിലേക്ക് വരാനായിട്ടോ ചിലര് അത് ഉപകരിച്ചെന്ന് വരികയില്ല. മനുഷ്യരിപ്പോൾ പറയുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പല ദുരിതങ്ങള്, ഇപ്പൊ മനുഷ്യൻ ആ കണ്ണ് പൊട്ടിയ ആ ഒരു മിഷണറിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ 5 തവണ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. വളരെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. വെറുതെ നിസ്സാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ല, അവിടെ ചില ദുരന്തങ്ങൾ തന്നെ ഒരു 4-5 തവണ അദ്ദേഹത്തിനുണ്ടായി. ആ 5 തവണയും കർത്താവ് ഓരോ മെസ്സേജ് അതിനകത്തൂടെയൊക്കെ നൽകിയായിരുന്നു. മാനസാന്തരപ്പെടുക, മനസ്സ് തിരിഞ്ഞെന്റെ അടുക്കിലേക്ക് വരിക എന്നും മറ്റുമൊക്കെ. പക്ഷെ അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ 6-ാമത്തെ അടിയാണ് ഏറ്റതെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ, അങ്ങനെ ഒരു അടിക്ക് വേണ്ടി ആ ഒരു അടി വാസ്തവത്തില് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മനുഷ്യനെ 2 കണ്ണ് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു താരതമ്യം ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ആ അടി 6-ാമത്തെ അടി 2 കണ്ണും നഷ്ടമായെങ്കിലും അത് രക്ഷാകരമായി തീർന്നു. അതേസമയം മറ്റേ സഹോദരന്റെ കാര്യം പറഞ്ഞെടുത്ത് എത്ര അടി കിട്ടിയിട്ടും അതൊന്നും രക്ഷാകരമായി തീർന്നില്ല എന്നൊരു ദുരനുഭവവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള ദുരിതങ്ങളോ ദുരനുഭവങ്ങളോ ദുരന്തങ്ങളോ ഒക്കെയും അതൊക്കെ അതിനാൽ തന്നെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളെല്ലാം മറിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു വിളിയുടെ ഭാഗമാണതെന്ന്. ജെറമ്യ 29:14 പറയുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇതൊരു ഇടയാക്കലാണെന്ന് തോന്നുന്നത്. കാരണം കർത്താവിന് പ്രധാനം നമ്മുടെ ആത്മരക്ഷയാണല്ലോ. അപ്പം ആ ഒരു രക്ഷയിലേക്ക് എത്തിക്കാനായിട്ട് കർത്താവ് ഇടയാക്കലാണത്. ശരിയായ വിധത്തിൽ പോകുന്നില്ലെങ്കിൽ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ചില വേദനാജനകമായിട്ടുള്ള പല കാര്യങ്ങളും കൂടെയും കർത്താവ് കടത്തിവിടും. ഓരോന്ന് ഡോസ് കൂടി ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 5 തവണ അടിച്ചിട്ടും ഏകുന്നില്ലെങ്കിൽ 6-ാമത്തെ തവണ അതിലും വളരെ കഠിനമായിട്ടുള്ള അടിയായിരിക്കും അടുത്ത് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ രക്ഷയിലേക്ക് അവനെ കടത്തിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് തന്നെ കർത്താവ് ചെയ്യുന്നത്. ഈ ജെയിംസും സെബാസ്റ്റ്യനും ഓർക്കുന്നുണ്ടായിരിക്കും, മനസ്സിലാനറിയില്ല. ഞങ്ങളുടെ ഇടവകയിൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ സെബാസ്റ്റ്യന്റെയൊക്കെ ആ ഒരു മാനസാന്തര അനുഭവത്തിന്റെയൊക്കെ ആ കാലങ്ങളിൽ ഒരു കപ്പൂച്ചിനച്ചൻ ചാക്കോച്ചൻ ധ്യാനിപ്പിക്കാൻ വന്നത്. അതിന്റെ ധ്യാനം തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുൻപ് ആ ധ്യാനത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി അച്ഛൻ വന്നു. ഒരു കഥ പറഞ്ഞു, കഥയല്ല, ഒരു കാര്യം പറഞ്ഞു അച്ഛൻ. ഈ പൂച്ചയൊക്കെ നമ്മൾ വളരെ മൃദുവായിട്ടൊന്ന് തൊട്ടാൽ മതി, ഒന്ന് തലോടുക പോലും വേണ്ട, പൂച്ച പെട്ടെന്ന് പ്രതികരിക്കും. അതേസമയം അതൊരു പട്ടിയെ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് തൊടുന്നോടൊന്നും അതിനറിയില്ല, കുറച്ചുകൂടി ഇന്ന ശക്തിയിൽ വേണ്ടി വരും. ഒരു കന്നാലിക്കട്ടോ പോത്തിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബലത്തില് ഒന്ന് താങ്ങേണ്ടി വരും, എന്നാലേ എന്തെങ്കിലും ഒരു അനക്കം കാണിക്കുള്ളൂ. ഒരു കാണ്ടാമൃഗത്തിന്റെ അടുക്കലാണെന്നുണ്ടെങ്കിലോ അതിന്റെ മർമ്മത്തിണ്ട് കുത്തേണ്ടി വരും, എന്നാലേ ഒരു പ്രതികരണം ഉണ്ടാവുള്ളൂ. എന്റെ അച്ഛൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കും, കർത്താവ് ആദ്യമേ വിളിക്കും, പല കാര്യങ്ങൾ പറയും, കേൾക്കുകയില്ല, പതുക്കെ ഒന്ന് വളയ്ക്കാൻ നോക്കും, എന്നിട്ട് സമ്മതിക്കുകയാണെങ്കിൽ പതുക്കെ കർത്താവ് ഒന്ന് ഒടിച്ചു എന്ന് വരും. അതുകൊണ്ട് അച്ഛൻ അവസാനം പറഞ്ഞെടുത്ത് എങ്ങനെയാ, ഒടിക്കാൻ വേണ്ടി കാത്തേക്കണ്ട കേട്ടോ, നമുക്ക് വരുന്ന ആഴ്ച പോരെ, നമുക്ക് ഇവിടെ ഇരുന്നൊരു 3-4 ദിവസം നമുക്കൊന്ന് വചനം കേൾക്കാം. ശരിയാ, ഓരോ അനുഭവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അതെ, നിയമാവർത്തന പുസ്തകത്തില് ഇസ്രായേൽക്കാരുടെ അനുഭവത്തെ, ഇസ്രായേൽക്കാരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇസ്രായേൽക്കാരെ എന്തിനാണ് 40 വർഷം മരുഭൂമിയിൽ അലയാൻ വിട്ടത്, എന്തിനാ അവർക്ക് പീഡകളും വിഷമങ്ങളും ഉണ്ടായത്? അത് ഈശോ പറയുന്നത് അക്കമിട്ട് കർത്താവ് ഇസ്രായേൽക്കാരുടെ ഈ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുകയാണ്. ഒന്ന്, എളിമപ്പെടാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം പറയുന്നത്, എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങളെ വിശപ്പറിയാൻ വിട്ടത് എന്തിനാണ്? നിങ്ങൾക്ക് മന്ന ഭക്ഷിക്കാൻ തന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പരിചയമില്ല മന്ന ഭക്ഷിക്കാൻ, നിങ്ങൾക്ക് തന്നത് എന്തിനാണ്? അവിടെ കർത്താവ് പറയുന്ന തിരുവചനം, നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ് അവിടെ. അപ്പോ അതിനുശേഷം വീണ്ടും ശിക്ഷണത്തെ പറ്റി ഇസ്രായേൽക്കാരോട്, അന്നത്തെ ജനസമൂഹത്തോട് കർത്താവ് പറയുന്നത്, തിരുവചനത്തിലൂടെ പറയുന്നത്, പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ എന്നാ പറയുന്നത്. നമുക്കിത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെബ്രായരുടെ ലേഖനം, ആ തിരുവചന ഭാഗം നമുക്ക് എടുക്കുമ്പോഴും ഇതേ വചനം തന്നെ, ഏതാണ്ട് അതേ വചനം തന്നെ നമുക്ക് ആവർത്തിക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ 12-ാം അധ്യായത്തിലാണ് നമ്മൾ ആ തിരുവചന ഭാഗം നമുക്ക് കാണാൻ കഴിയുക. അവിടെ കർത്താവ് പറയുകയാണ്, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അവിടെ എന്തിനാണ് പ്രഹരിക്കുന്നത് എന്നും കൂടെ കർത്താവ് പിന്നീട് പറയുക. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്, ശിക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല സഹിക്കേണ്ടത്, സഹിക്കുന്നുണ്ടെങ്കിൽ അത് ശിക്ഷണമാണ്, മനസ്സിലാക്കി സഹിക്കണം എന്ന് കർത്താവ് പ്രത്യേകിച്ച് പറയുകയാണ്. ഈ സെബാസ്റ്റ്യൻ മാണിച്ചാൻ ആദ്യമേ പറഞ്ഞ ആ കേസില് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷ തന്നെയായിട്ട്, അത് അങ്ങനെ ഒരു ദുരന്ത പര്യവസായി തീർന്നു. ആദ്യമേ പറഞ്ഞ സഹോദരന് കണ്ണ് രണ്ട് നഷ്ടപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ആ ശിക്ഷ അതൊരു ശിക്ഷണം എന്നുള്ള നിലയിലേക്ക് രക്ഷാകരമായി മാറുകയായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വന്നത്, ഞാൻ ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഏതോ വിധത്തിലൊരു ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളോട് ഇച്ചിരി കൂടുതലൊരു താല്പര്യം തോന്നുകയും യെശയ്യാ പ്രവാചകന്റെയും ജെറമ്യാ, എസെക്കിയേൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ ഒന്ന് കടന്നു പോരാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. മറ്റു പുസ്തകങ്ങളുടെ വായനകളൊക്കെ അല്പം ഒന്ന് ഒതുക്കി നിർത്തി ഈ പുസ്തകങ്ങളുടെ ഒന്ന് ഗൗരവത്തിൽ പോരുക. അവിടെ എന്റെ മനസ്സ് ഒരുപക്ഷെ അതുകൊണ്ടും കൂടി ആയിരിക്കും ഇന്ന് ഈ ഒരു വിഷയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതിയത്. അവിടെ ഇസ്രായേൽ ജനം ദൈവം വിളിച്ച ആ വിളിയെ തിരസ്കരിച്ചുകൊണ്ട് മറുതലിച്ചുകൊണ്ട് പലവട്ടം പ്രവാചകന്മാരെയും ഒക്കെ അയച്ചിട്ടും ആ വിളിയെ ഒന്നും മാനിക്കാതെ മറുതലിച്ച് നടന്നപ്പോൾ ഒടുവിൽ അവർ നാശത്തിലേക്ക് തന്നെ പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ ശത്രുവിനെ വിളിച്ചു വരുത്തി അവരുടെ കീഴിൽ അവരുടെ അടിമത്തത്തിലേക്ക് ഈ ജനത്തെ പറഞ്ഞുവിടുന്നു. ഇസ്രായേലിന്റെ മഹത്വമായിരുന്ന ദേവാലയം തന്നെ നാശകൂമ്പാരമാക്കാനായിട്ട് അവിടുന്ന് അനുവദിക്കുന്നു. തന്റെ മക്കൾ ആ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു എത്ര വട്ടം ആവർത്തിച്ചെങ്കിൽ എനിക്കറിയാം, 100 വട്ടോ അത് കൂടുതലോ കാണുമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അവരറിയും ഞാനാണ് ദൈവമായ കർത്താവെന്ന്. അപ്പോൾ ഇസ്രായേലിന്റെ ജീവിതത്തില്
സംഭവിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ശിക്ഷകളുടെയൊക്കെ അനുഭവങ്ങളൊക്കെ തന്നെയും ദൈവം പറയുകയാണ്, ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയാൻ വേണ്ടിയാണ് ഇതെന്ന്. സെബാസ്റ്റ്യൻ നിയമാവർത്തന പുസ്തകത്തിൽ വായിച്ചതുപോലെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുമെന്ന് ഉറപ്പുവരുത്തി അവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കി തിരികെ കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി. വീണ്ടും ജെറമ്യാ പ്രവാചകനൊക്കെ പറഞ്ഞത്, അപ്പോൾ അവരെന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കുമെന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് വരാനായിട്ട്. ഇനി ഇവിടെ ഇതെല്ലാം ദൈവവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇവിടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആറാമത്തെ അടികളൊക്കെ കിട്ടിയ പല അനുഭവങ്ങൾ കാണുമായിരിക്കുമല്ലോ. അങ്ങനെ ദൈവത്തെ നമ്മൾ കണ്ടെത്തിയ, നമുക്ക് കുറെ ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞ എവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു? ഒരു വിഷയം കണ്ടെത്തലിന്റെ ആരംഭത്തിലേക്ക് വരാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കൂട്ടിയാൽ മതി. അത്രയുമെങ്കിലും ഒന്ന് വരാനായിട്ട് ഇടവന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണും. അത് എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ സമയത്തായിരുന്നു. നിങ്ങൾക്കും ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഏതാണ്ട് സമാനങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അറിയാം, ശിക്ഷണം എന്ന നിലയ്ക്ക് തന്നെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് ഞാൻ ദൈവത്തെ അറിയാനും ഈശോയെ എന്റെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞത്. ഇല്ലെങ്കിൽ കഴിയുമായിരുന്നു തന്നെ എനിക്ക് തോന്നുന്നില്ല. അന്ന് എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മറ്റാർക്കും എന്റെ ജീവിതത്തിൽ അങ്ങനെ, എനിക്കാണെങ്കിൽ അവർ മറ്റുള്ള അംഗീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആകെ തകർന്നു പോകുന്ന അനുഭവം ഉണ്ടായി. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ രക്ഷിക്കാനില്ലെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. അന്ന് ഞാൻ രാത്രി കിടന്ന് ദൈവത്തെ വിളിച്ച്, ഈശോ എന്നെനിക്ക് മനുഷ്യനാണ്, ഈശോ എനിക്കറിയില്ല, ദൈവത്തോട് ഞാൻ പറയും, ദൈവമേ എന്റെ ജീവിതത്തിൽ ഇടപെടണമേ, കടന്നു വരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ടാ ഈശോയെ അറിയാനും ഈശോയെ രക്ഷകനാഥനുമായി സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞത്. ആ ഒരു ശിക്ഷണത്തിന്റെ അനുഭവം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈശോയിൽ കടന്നു വരുമായിരുന്നില്ല. പക്ഷെ മനുഷ്യപ്രകൃതിയില് ദൈവം നൽകുന്ന ആഘാതങ്ങളും തകർച്ചകളും ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റാത്ത വിധം ഒരു ഹൃദയകാഠിന്യമോ അല്ലെങ്കിൽ മരവിപ്പോ ഇതിനപ്പുറം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രവാചക ഗ്രന്ഥത്തിൽ യെശയ്യായുടെ പ്രവചനത്തിൽ അതിനെക്കുറിച്ച്, യാക്കോബിനെ കുറിച്ച് പറയുന്നിടത്ത് 42-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് പ്രവാചകൻ പറയുന്ന ഇപ്രകാരമാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് കേൾക്കാം. ആകയാൽ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിന്റെ മേൽ വർഷിച്ചു. അത് ചുറ്റും ആളിപ്പടർന്നിട്ടും അവൻ പഠിച്ചില്ല, പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല. വളരെ ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ വളരെ ദയ തോന്നത്തക്ക വിധത്തില് ആഘാതങ്ങളും മുറിവുകളും തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇവിടെ വളരെ മാരകമായ രീതിയിൽ യാക്കോബിന് പൊള്ളലേറ്റിട്ടും അവൻ ഉള്ളിൽ തട്ടിയില്ല. ഉള്ളിൽ തട്ടുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അവിടെ മാത്രമേ ഒരു ജീവിത മാറ്റത്തിന്, ഒരു മാനസാന്തരത്തിന് സാധിക്കുകയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു സഹോദരന്റെ കാര്യം, കൈപ്പടം മുറിഞ്ഞുപോയ അയാൾക്ക് അത് ഉള്ളിൽ തട്ടിയില്ല, അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി. ഈ ഒരു ത്വര മനുഷ്യരിൽ സ്വാഭാവികമായിരിക്കാം. അപ്പൊ അവിടെയും ദൈവത്തിന്റെ കാരുണ്യമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇപ്പോൾ യാക്കോബ് എന്ന് പറയുമ്പോൾ മുഴുവൻ ഇസ്രായേൽ ജനത്തിന്റെ കാര്യമാണ്. മർക്കടമുഷ്ടിക്കാരായ ഇസ്രായേൽക്കാരെ മറ്റൊക്കെ പലവട്ടം വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലും ഇപ്പോഴും അങ്ങനെയുള്ള ഒരു മർക്കടമുഷ്ടിക്കാരനായിട്ടുള്ളൊരു ഇസ്രായേൽക്കാരൻ നിൽക്കുന്നുണ്ട്. ഈ പലപ്പോഴും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം വളരെ ഒരു ലാഘവമായിട്ട് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ആ ഒരു വിധത്തിൽ ദൈവത്തെ കാണാൻ, എന്നെ ഏതായാലും കുഴപ്പമില്ല, ദൈവം ക്ഷമിച്ചോളും, പുറത്തോളും, അല്ലെങ്കിൽ നമ്മളൊന്ന് കുമ്പസാരിച്ചാൽ മതി, അന്ന് രമിതപ്പെട്ടോളും എന്നൊക്കെയുള്ള നിലയിലൊക്കെ ദൈവത്തിന് അറിഞ്ഞുകൂടെ, അതെ, ബലഹീനരല്ലേ നമ്മള്, ഇതിനധികം ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ, ദൈവം അത്രയൊക്കെ കരുതുന്നുണ്ടാവുള്ളൂ, കുറെയൊക്കെ ഭക്തിയും പ്രാർത്ഥനയും പുണ്യവും പരോപകാരപ്രവൃത്തിയൊക്കെ ചെയ്ത് പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഇസ്രായേലിനെ ദൈവം രൂപപ്പെടുത്തിയത് കാണുമ്പോൾ ഈശോ തന്റെ വചനങ്ങളില് പലപ്പോഴും ഇങ്ങനെയുള്ള കാഠിന്യങ്ങൾ നിറച്ചു സംസാരിക്കുന്നത് കാണുമ്പോൾ പൗലോസ്ലീഹ തന്നെ ദൈവത്തിന്റെ കാരുണ്യവും ഒപ്പം തന്നെ അവിടുത്തെ കാഠിന്യവും നിന്റെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ, ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആറാമത്തെ ഒരു അടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിന്റെ പലതും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, അതിനു മുൻപേ
അന്ന് ധ്യാനിപ്പിക്കാൻ വന്ന ചാക്കോച്ചനച്ചൻ പറഞ്ഞ പോലെ അതിനൊക്കെ മുന്നേ തന്നെ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരാനായിട്ടും ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് അംഗീകരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളുടെയും അതിനാഥൻ എന്റെ ദൈവമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനവുമായിരിക്കും എന്ന് പറയുന്നത് പോലെ നമ്മള് ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് ഏറ്റുപറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതങ്ങളില് നമ്മളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. അപ്പം നമ്മുടെ സമയം ഇവിടെ തീരുന്ന സമയത്ത് ഇത് നമുക്ക് ഏതാണ്ട് ഇങ്ങനെയൊന്ന് സമാപിപ്പിക്കാം. ഒന്നും യാദൃശ്ചികമല്ല, എല്ലാറ്റിനും ഒരു സന്ദേശമുണ്ട്. ഓരോ വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ഒരു പക്ഷേ ഇവിടെ പ്രവാചകനിലൂടെ തന്നെ കർത്താവ് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും പരിതപിക്കുന്നു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നതെന്ന്. എന്റെ കർത്താവ് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ മ്ലേച്ഛതകൾ കൊണ്ട്, നിങ്ങളുടെ പാപത്തിന്റെ വഴികൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ ഇസ്രായേലിന് നൽകിയ രൂപീകരണം, യേശുവിന്റെ വചനങ്ങളിലുള്ള ആ ഒരു സ്നേഹവും ഒപ്പമുള്ള കാഠിന്യവും എല്ലാം നമ്മുടെ മനസ്സിലിരുത്തിക്കൊണ്ട് കൂടുതലായിട്ട് കഠിനമായ ശിക്ഷകളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സ്നേഹത്തിന്റെ ആ വിളികൾ കേട്ടുകൊണ്ട് മുഴുവൻ കർത്താവിൻ്റെതായിട്ട് നമ്മുടെ ജീവിതത്തെ പരിണമിപ്പിച്ചുകൊണ്ടിരിക്കാൻ ദിവസവും ഓരോ ദിവസവും കൂടുതലായിട്ട് ദൈവത്തിലേക്ക് ഉന്മുഖമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള കാരുണ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.